ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മാഹി ബൈപ്പാസിൽ എരഞ്ഞോളി ചോനാടം സർവീസ് റോഡിന് സമീപത്തെ 7 വീടുകളിൽ കനത്ത മഴയിൽ വെള്ളം കയറി. ബൈപ്പാസിന് മുകളിൽ നിന്നും പൈപ്പുകളിലൂടെയും ദ്വാരങ്ങളിലൂടെയും ഒഴുകിയെത്തുന്ന വെള്ളമാണ് ഈ വീട്ടുകാരെ ദുരിതക്കയത്തിലാക്കിയത്. മാസങ്ങൾക്ക് മുമ്പ് സർവീസ് റോഡരികിലായി വെള്ളം ഒഴുകി പോകാനുള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനിടെ 15ഓളം വലിയ ദ്വാരങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇതിലൂടെ ഒഴുകിവരുന്ന വെള്ളവും നേരത്തെ സ്ഥാപിച്ച പൈപ്പിലൂടെ വരുന്ന വെള്ളവുമാണ് ഒഴുകിയെത്തിയത്. കനത്ത ഒഴുക്കിൽ സമീപത്തെ ഹരീന്ദ്രന്റെ സരിയു എന്ന വീട്ടിന്റെ മതിൽ തകർന്നു. ദ്വാരങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പൈപ്പുകൾ ഇതുവരെ സ്ഥാപിക്കാതെ റോഡരികിൽ കൂട്ടിയിട്ട നിലയിലാണ്. കനത്ത മഴ പെയ്താൽ ഈ വീടുകളിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുകയാണ്. ബൈപ്പാസ് റോഡ് അധികൃതർക്ക് ഇത് സംബന്ധിച്ച പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു. എരഞ്ഞോളി പഞ്ചായത്തിലെ 9ാം വാർഡിലാണ് ദുരന്തം അനുഭവിക്കുന്ന വീട്ടുകാർ. ഈ ദുരന്തത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി എടുത്തില്ലെന്ന് വാർഡംഗം ഡോക്ടർ സംഗീത പറഞ്ഞു. അവിടെ വന്ന് ഇതിൻ്റെ മേലെ ഒരു 16ഓളം ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ പറഞ്ഞിട്ടുള്ളത് വലിയ പൈപ്പ് ഇട്ട് വെള്ളം താഴേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണെന്നാണ്. പക്ഷേ ആ ഹോൾ ഇട്ട് പോയതിന് ശേഷം ശക്തമായ മഴ പെയ്തു. സമീപത്തുള്ള വീട്ടുമുറ്റത്തെല്ലാം വെള്ളം കയറി വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. പല പ്രാവശ്യം അവരെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ചെയ്യാമെന്ന് പറയല്ലാതെ ചെയ്തിട്ടില്ല. ജൂൺ 6-ാം തീയതിയാണ് ഈ വീട്ടിൽ നിന്ന് എനിക്ക് ആദ്യത്തെ വീഡിയോ അയച്ചു തന്നത്. ഇന്ന് ജൂൺ 24-ആയി. ആദ്യം അവർ പറഞ്ഞത് പൈപ്പ് അവൈലബിൾ അല്ല, ലോക്കൽ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല, പൈപ്പ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവർക്ക് പൈപ്പ് കിട്ടി. പൈപ്പ് ഈ വീട്ടിൻ്റെ മുറ്റത്ത് കിടക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം പറഞ്ഞു പണിക്കാരില്ല എന്ന് പറഞ്ഞു. പണിക്കാർ വന്നതിൻ്റെ ശേഷം പണിക്കാർ പറഞ്ഞത് ക്രെയിൻ ഇല്ല, അതിൻ്റെ മെഷീനറീസ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ ഇന്നലെ പെയ്ത ശക്തമായ മഴയ്ക്ക് അവരുടെ മതിലിൻ്റെ ഒരു ഭാഗം വീണുപോയി. ഇതൊക്കെ നമ്മൾ നിരന്തരമായി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു കാര്യമായൊരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ രാവിലെ പറഞ്ഞപ്പം എന്നോട് പറഞ്ഞത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോ, ഞങ്ങൾ ഏതായാലും ഈ ഭാഗത്തിന് വർക്ക് ചെയ്യില്ല എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. റോഡിൽ നിന്ന് ഒഴുകിയെത്തുന്ന കനത്ത മഴവെള്ളവും ഹൈവേ റോഡിൽ നിന്ന് താഴേക്ക് വലിച്ചെറിയുന്ന മാലിന്യവും കാരണം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി വീട്ടുകാർ പറഞ്ഞു. നമ്മൾ പല പ്രാവശ്യം ഇവരോട് വിളിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്തതാണ്. ഇങ്ങനെ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വെള്ളം വരുന്നത്, നമുക്ക് വീട്ടിലേക്ക് കയറാനോ അപ്പോൾ നമ്മളെ വണ്ടി വീട്ടിൻ്റെ മുറ്റത്ത് വെക്കാനോ ഒന്നും പറ്റുന്നില്ല. മതിൽ പൊട്ടും എന്നെല്ലാം മുന്നേ സൂചിപ്പിച്ചതാണ്. പക്ഷേ ഇന്ന് രാവിലെ ശക്തമായ മഴയിൽ വീടിൻ്റെ സ്റ്റെപ്പും കയറി അകത്തേക്ക് വെള്ളം കയറുന്നുണ്ടോയെന്ന് നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ പുറത്തെ മതിൽ വെള്ളത്തിൻ്റെ ശക്തിയിൽ പൊട്ടി താഴോട്ടേക്ക് പോയത്. അവരോട് ആദ്യമേ ഈ ഡ്രെയിനേജിൻ്റെ ഇത് ഇടുമ്പോഴേ പറഞ്ഞു, താഴെ വലിയ ഡ്രെയിനേജിൻ്റെ ഇതുണ്ട്, അതിലേക്ക് വെള്ളം കൊടുക്കാനായിട്ട് അവരോട് സൂചിപ്പിച്ചിട്ടുണ്ടായി. കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതവർ ഇട്ടില്ല. അവർ പറഞ്ഞ് പൈപ്പ് ഇട്ട് അവർ ശരിയാക്കി തരും എന്ന് പറഞ്ഞു. എന്നിട്ടും പൈപ്പ് ഇട്ടിട്ടും പല ദ്വാരങ്ങളും പിന്നെയും ഉണ്ടായി. ഇപ്പം ഫുള്ളായിട്ട് ഇടണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാ പൈപ്പും അവർ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്രയോ ദിവസമായി. മെമ്പർ പറഞ്ഞ പോലെ 6-ാം തീയതി പറഞ്ഞതാണ്. ഇപ്പോൾ 24-ആയി. ഇത്രയും ദിവസമായിട്ട് അവർ അതിന് അടിയന്തരമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഓരോ പ്രാവശ്യം വരുമ്പോൾ ഓരോ എക്സ്ക്യൂസ് ഇങ്ങനെ പറയാം, ഇതില്ല അതില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഇവിടെ പൈപ്പ് കൊണ്ടേ ഇട്ടിട്ടുണ്ട്, പക്ഷെ അതിനായിട്ടൊരു ഒന്നും ചെയ്തിട്ടില്ല അവർ. ബേസിൻ്റെ വേറെ, അത് എല്ലാ ദിവസവും ഇങ്ങനെ മേലെ നിന്ന് എറിയുന്നത് കൂടാണ്ട് ഇവരിങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഹോളിൽ കൂടെ അത് ഫുൾ തുറന്ന് വിട്ടിട്ട് ഫുൾ വേസ്റ്റ് ഈ റോഡിലാണ്. എല്ലാവർക്കും എല്ലാ ദിവസവും ഇത് പെറുക്കി ചാടലാന്ന് എല്ലാവരും. റോഡ് അടിച്ച് വരലാന്ന് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഞാൻ റോഡ് അടിച്ച് വരുന്നതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന എത്രയെങ്കിലും ഒരു ക്ലീനായിട്ട് നിൽക്കുന്നത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.